ലാൽ ജോസ് സംവിധാനം ചെയ്ത സിനിമയായ അറബിക്കഥയിലെ ശ്രീനിവാസന്റെ കഥാപാത്രം ക്യൂബ മുഖം തന്നെ നമുക്കത്ര പെട്ടെന്ന് മറക്കാൻ കഴിയുകയില്ല. ഒരു പാർട്ടി ഗ്രാമത്തിൽ ക്യൂബ എന്ന സ്വപ്നലോകവും സ്വപ്നം കണ്ടുകൊണ്ട് കഴിയുന്ന ഒരു കഥാപാത്രം. ആ കഥാപാത്രത്തിന്റെ ഉള്ളിൽ എപ്പോഴും ക്യൂബയാണ്. നമ്മളെല്ലാവരും ഒരു കാലത്ത് കരുതിയിരുന്നത് ക്യൂബ എന്ന് പറയുന്നത് തേനും പാലും ഒഴുകുന്ന ഒരു രാജ്യമാണ് എന്നാണ്. ഫിഡൽ കാസ്ട്രോ ഇന്ത്യയെ എക്കാലത്തും സ്നേഹിച്ചിരുന്ന വലിയ നേതാവ്. ക്യൂബ നേതാക്കൾ ഉപയോഗിച്ചിരുന്ന ചുരുട്ടിനെ കുറിച്ച് പോലും നമ്മൾ എത്രയോ വാർത്തകൾ നമ്മുടെ മാധ്യമങ്ങൾ കൊടുത്തിരുന്നു. പിന്നീട് കാസ്ട്രോയുടെ കാലശേഷം അദ്ദേഹത്തിന്റെ റൗൾ കാസ്ട്രോ. അങ്ങനെ ക്യൂബയിൽ ഇല്ലാത്തതായ ഒന്നുമില്ല എന്നൊക്കെയാണ് നമ്മൾ പൊതുവെ കരുതിയിരുന്നത്. നമ്മുടെ നാട്ടിലെ കമ്മ്യൂണിസ്റ്റ് നേതാക്കന്മാരൊക്കെ തന്നെ ക്യൂബ സന്ദർശിക്കാത്തവർ കുറവാണ്. ക്യൂബയെക്കുറിച്ച് പല പുസ്തകങ്ങൾ എഴുതിയവർ പോലും ഉണ്ട്. ഒരു കാര്യം നമ്മൾ എപ്പോഴും ഓർക്കേണ്ടത്, അന്ന് ഇവർ ചൂണ്ടിക്കാട്ടിയിരുന്ന സ്വർഗരാജ്യങ്ങൾ എന്ന് വിശേഷിപ്പിക്കപ്പെട്ട പല രാജ്യങ്ങളും അങ്ങനെ ആയിരുന്നില്ല എന്ന് പിന്നീടാണ് കാലം മനസ്സിലാക്കിയത്. ഇപ്പോൾ ക്യൂബയുമായി ബന്ധപ്പെട്ട് ഈ ഒരു പരാമർശം നടത്താനുള്ള പ്രധാന കാരണം ക്യൂബയിൽ കഴിഞ്ഞ ദിവസം ഉണ്ടായ ഒരു സംഭവ വികാസമാണ്. ക്യൂബയിലെ തൊഴിൽ മന്ത്രി അവിടുത്തെ പാർലമെന്റിൽ ഒരു പ്രഖ്യാപനം നടത്തി, ഈ രാജ്യത്ത് ഭിക്ഷക്കാരെ ഇല്ല എന്ന്. ഇത് കേട്ട് ക്യൂബയിലെ നാട്ടുകാർ മാത്രമല്ല, പല രാജ്യങ്ങളിൽ കഴിഞ്ഞ ക്യൂബക്കാർ പോലും ഞെട്ടിപ്പോയി. ഇതെന്ത് സംഭവിച്ചു എന്നുള്ളതായി രൂക്ഷ വിമർശനമായി. മാർട്ട എലീന ഫെയ്റ്റോ കാബ്രേര എന്നാണ് ഈ വനിതാ നേതാവിന്റെ പേര്. ക്യൂബയിലെ വലിയ കമ്മ്യൂണിസ്റ്റ് നേതാവാണ്. അവർ പറയുന്നത് ഇവിടെ ഭിക്ഷാടനമൊന്നുമില്ല, ജോലിയെ ബുദ്ധിമുട്ടുള്ള കുറച്ച് ആളുകൾ അവർ മാലിന്യ കൂമ്പാരങ്ങൾക്കിടയിലൂടെ നടന്ന് ജീവിക്കാൻ ശ്രമിക്കുന്നു, ഭിക്ഷാടനം നടത്തുന്നു എന്നൊക്കെയാണ്. പക്ഷേ വാസ്തവം അങ്ങനെ അല്ല എന്ന് ആ നാട്ടിലെ ജനങ്ങൾക്ക് പോലും അറിയാം. ഏതായാലും പ്രതിഷേധ ശക്തമായ സാഹചര്യത്തിൽ അവരോട് രാജിവെക്കാൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ആവശ്യപ്പെട്ടു. അങ്ങനെ ഒടുവിൽ മന്ത്രിക്ക് രാജിവെക്കേണ്ടി വന്നു. ക്യൂബയുടെ കാര്യം പരമദയനീയമാണ് ഇപ്പോൾ. ഈ നേതാക്കന്മാർ ഒരു കാലത്ത് നമ്മെല്ലാം പറഞ്ഞു പറ്റിച്ചിരുന്നത് ഇവിടെ എല്ലാം ഉണ്ട് എന്നാണ്. പക്ഷേ എത്രയോ കാലമായി അവിടെ ജനങ്ങൾ അങ്ങേയറ്റം ദുരിതം അനുഭവിക്കുന്നതായിട്ടാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇതിന്റെ പ്രധാന കാരണങ്ങളിലൊന്ന് ഈ ക്യൂബൻ കമ്മ്യൂണിസ്റ്റ് നേതാക്കളുടെ തെറ്റായ സാമ്പത്തിക നയങ്ങൾ തന്നെയാണ് എന്നാണ് വിദഗ്ധർ വിലയിരുത്തുന്നത്. പക്ഷേ ക്യൂബ പറയുന്നത് അങ്ങനെയല്ല, ഇത് അമേരിക്ക ഞങ്ങൾക്ക് മേൽ ഉപരോധം ഏർപ്പെടുത്തിയത് കൊണ്ടാണ് ഇതൊക്കെ സംഭവിച്ചത് എന്നാണ്. അവിടെ ഭിക്ഷാടകരുടെ എണ്ണം ക്രമാതീതമായ തോതിൽ വർദ്ധിക്കുകയാണ്. എച്ചിൽ കൂമ്പാരങ്ങൾക്കിടയിൽ പോലും നടന്ന് ഭക്ഷണം തേടുന്ന ആളുകളെ ക്യൂബയിലെ പ്രധാന നഗരങ്ങളിലെ തെരുവുകളിൽ പോലും കാണാൻ കഴിയും. അതിന്റെ ചിത്രങ്ങളും പുറത്തു വന്നിട്ടുണ്ട്. അതുപോലെ പലർക്കും വീടില്ല. അതുകൊണ്ട് തന്നെ കുടുംബത്തോടുകൂടി പലരും കടവരാന്തയിലും മറ്റുമാണ് ഇപ്പോഴും രാത്രി കഴിയുന്നത്. വൈദ്യുതി പ്രശ്നങ്ങളുണ്ട്, ഭക്ഷ്യക്ഷാമമുണ്ട്. എല്ലാ തരത്തിലും ആ രാജ്യം ദാരിദ്ര്യത്തിന്റെ പരമകോടിയിൽ നിൽക്കുമ്പോഴാണ് ഈ മന്ത്രി ഇത്തരത്തിലുള്ള പ്രസ്ഥാനം നടത്തിയത്. ഇതോടുകൂടി ക്യൂബൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് ഒരു കാര്യം മനസ്സിലായി, ഈ മന്ത്രി പറഞ്ഞ കാര്യങ്ങൾ തങ്ങളെല്ലാവരും ദന്തഗോപുരവാസികളാണ് എന്ന് ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുന്ന രീതിയിലാണ് എന്ന്. അതുകൊണ്ട് തന്നെ പെട്ടെന്ന് കമ്മ്യൂണിസ്റ്റ് നേതൃത്വം ഇടപെടുകയും അവർ പറഞ്ഞത് ഞങ്ങൾക്ക് ജനങ്ങളുടെ പ്രശ്നങ്ങളൊക്കെ മനസ്സിലാകും, മന്ത്രി പറഞ്ഞത് ശരിയല്ല എന്ന് വ്യംഗ്യമായി പറഞ്ഞ് വല്ല വിധേനയും മന്ത്രി കൊണ്ട് രാജിവെപ്പിച്ച് തടിതപ്പുകയായിരുന്നു.